സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഈ വാർത്തകളും ഒന്നും കഴിയുന്നില്ല. അതെ, ഇന്നലെ സിദ്ദിഖിന്റെ അതായത് മസ്കറ്റ് ഹോട്ടലിൽ തെളിവെടുപ്പ് ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാ രേഖകളും സൂചിപ്പിക്കുന്നത് സിദ്ദിഖിനെതിരെ തന്നെയാണ്. സിദ്ദിഖിന് കുരുക്ക് മുറുകുന്ന ഒരു രീതിയിലാണ്. ആ വാർത്തയിലേക്കാണ് പോകുന്നത്. സിദ്ദിഖിനെതിരായ കേസിൽ ഇന്ന് കൂടുതൽ തുടർ നടപടികൾക്ക് സാധ്യത. ഇതുവരെ ലഭിച്ച തെളിവുകൾ പ്രത്യേക സംഘം വിശദമായിട്ട് പരിശോധിക്കും. ഉടൻ തന്നെ സിദ്ദിഖിനെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ആർ രാജീവ് ഉണ്ട്. രാജീവ്, ഗുഡ് മോർണിംഗ്, നമസ്തേ. ഇന്നലെ എന്തായാലും വ്യക്തമായ തെളിവുകളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. മസ്കറ്റ് ഹോട്ടലിലെ പരിശോധനയിലൊക്കെ തന്നെ ഈ രേഖകൾ ഡേറ്റ് അടക്കം ഉണ്ട്. എന്തൊക്കെ സിദ്ദിഖ് പറഞ്ഞു കഴിഞ്ഞിരുന്നാലും ആ രേഖകളൊക്കെ തന്നെ കൃത്യമായിട്ട് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഒപ്പം ഇനി എന്ത് നടപടി സ്വീകരിക്കും? അതിനിടയിൽ സിദ്ദിഖ് കോടതിയെയും സമീപിച്ചിട്ടുണ്ടല്ലോ. നമസ്തേ രജനി, അനു. ഏതായാലും സിദ്ദിഖിന് കുരുക്ക് മുറുകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയതും ഈ നടി പരാതി നൽകിയ സമയത്തെ രജിസ്റ്ററുകൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്തത്. ഈ നടിയും അതുപോലെ തന്നെ സിദ്ദിഖും ഒരേ സമയം ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മുറിയെടുത്തത് സിദ്ദിഖാണ്. 3 ദിവസം സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നു. പിന്നീടാണ് നടി അവിടേക്ക് എത്തിയത്. സിദ്ദിഖിനെ കാണുന്നതിന് വേണ്ടിയാണ് എത്തിയതെന്ന നിഗമനത്തിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഒരു സിനിമയുമായി ബന്ധപ്പെട്ട പ്രിവ്യൂ ഷോയിലും ഇരുവരും പങ്കെടുത്തു എന്നതിന്റെ തെളിവ് കൂടി നിലവിലിപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഈ അന്വേഷണത്തിന് വേണ്ടി മാത്രം ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് SP മധുസൂദന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇനി മുതൽ ഈ കേസ് അന്വേഷിക്കുക. ക്രൈംബ്രാഞ്ച് ACP ഉൾപ്പെടെ അന്വേഷണ സംഘത്തിലുണ്ട്. മാത്രമല്ല, മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ 2 ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കേസുകളിൽ തുടരുന്ന ഒരു നടപടി കൂടിയായിരിക്കും ഇത്. സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് നിയോഗിച്ചിരുന്നതെങ്കിൽ 4 വനിതാ IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നെങ്കിൽ ആ അന്വേഷണ സംഘമാണ് ഇപ്പോൾ കൂടുതൽ വിപുലീകരിച്ചിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നു എന്നതാണ്. ഏതായാലും സിദ്ദിഖിന്റെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് പ്രത്യേക സംഘത്തിന്റെ തീരുമാനമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ലഭിച്ച ഒരു പശ്ചാത്തലത്തിലാണ് സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നിലവിൽ കടക്കുന്നത്. അതൊരു പക്ഷേ വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതിനൊപ്പമാണ് സിദ്ദിഖ് തന്റെ FIR പകർപ്പ് ഉൾപ്പെടെ നേടിക്കൊണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി 1 അപേക്ഷ നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേക സംഘം ഇന്ന് യോഗം ചേരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിയമോപദേശം കൂടി തേടിയാകും സിദ്ദിഖിനെ ചോദ്യം ചെയ്യുക. സിദ്ദിഖിന്റെ മുന്നിൽ വെക്കുന്ന ചോദ്യങ്ങൾ പ്രധാനമായും ഈ മസ്കറ്റ് ഹോട്ടലിൽ, അതായത് ഈ നടി പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പോലെ മസ്കറ്റ് ഹോട്ടലിലേക്ക് സിദ്ദിഖ് എന്തിനാണ് നടിയെ വിളിച്ചു വരുത്തിയത്, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് കൃത്യമായി സിദ്ദിഖിന് മറുപടി പറയേണ്ടി വരും. മാത്രമല്ല, ഈ പ്രിവ്യൂ ഷോയിൽ പങ്കെടുത്തു എന്ന് തെളിയിക്കുന്ന ചില തെളിവുകൾ കൂടി ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും സിദ്ദിഖിന് മറുപടി നൽകേണ്ടി വരും. അതായത് ഈ പരാതി നൽകിയ നടിയുടെ മൊഴിയെ സാധൂകരിക്കുന്ന തെളിവുകൾ തന്നെയാണ് പ്രത്യേക സംഘത്തിന് കഴിഞ്ഞ ദിവസം തന്നെ ലഭിച്ചിരുന്നത്. ഈ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ അന്വേഷണം പൂർണ്ണമായും ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ക്രൈംബ്രാഞ്ച് SP മധുസൂദന് കൈമാറിയത്. അദ്ദേഹത്തിന് നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഇനി മുതൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക. മാത്രമല്ല, ഈ നടൻ ജയസൂര്യക്കെതിരെയും ഒരു കേസ് തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നുണ്ട്. കന്റോൺമെന്റ് പോലീസാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2008 നടന്ന സംഭവമാണ്. 2008 സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിൽ വെച്ച നടൻ ജയസൂര്യ പീഡിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നടി പരാതി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും നിലവിൽ കന്റോൺമെന്റ് പോലീസ് നടത്തി വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെ സെക്രട്ടേറിയറ്റിൽ നിന്ന് 2008 കാലയളവിൽ ചിത്രീകരിച്ച സിനിമകളുടെ വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ട് അന്വേഷണ സംഘം കത്ത് നൽകിയിരുന്നു. ഈ കത്തിനുള്ള മറുപടിയും ഇന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ജയസൂര്യയ്ക്കും ഉടൻ നോട്ടീസ് നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഈ രീതിയിൽ പ്രധാനപ്പെട്ട 2 നടന്മാർക്കെതിരായ കേസുകളാണ് തിരുവനന്തപുരത്തുള്ളത്. അതിൽ ഒന്ന് നടൻ സിദ്ദിഖിനെതിരായ കേസാണ്. അത് മ്യൂസിയം പോലീസ് ആയിരുന്നു ആദ്യം രജിസ്റ്റർ ചെയ്തത്. പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്നു. ആ അന്വേഷണ സംഘമാണ് കൂടുതൽ തെളിവുകൾ ലഭിച്ച പശ്ചാത്തലത്തിൽ അത് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. ഇനി ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാകും അതുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണം നടത്തുക. ഇതിനൊപ്പം നടൻ ജയസൂര്യക്കെതിരെയുള്ള കേസെടുത്തിരിക്കുന്നത് കന്റോൺമെന്റ് പോലീസാണ്. കന്റോൺമെന്റ് പോലീസും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒരുപക്ഷെ ഇന്ന് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ദിനം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ അന്വേഷണ സംഘം തീരുമാനിക്കുന്നത് ഏത് രീതിയിലാണോ ആ രീതിയിലുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരും. മാത്രമല്ല, സിദ്ദിഖ് ഈ FIR കോപ്പി ലഭിച്ചാൽ ഉടൻ തന്നെ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഏതായാലും തിടുക്കപ്പെട്ട ഒരു അറസ്റ്റ് വേണ്ട എന്ന് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. പക്ഷേ കൂടുതൽ തെളിവുകൾ ലഭിച്ച ഒരു സാഹചര്യത്തിൽ ഇതിൽ മാറ്റം വരുത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസിലെ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത്.
ശരി, എന്തായാലും സിദ്ദിഖിന് കുരുക്ക് മുറുകുക തന്നെയാണ്. ഇനി സിദ്ദിഖിനെതിരായ തുടർ നടപടികൾ എന്തൊക്കെയാകും ഉണ്ടാവുക? രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിവസം തന്നെയാണ്. അതുപോലെ തന്നെ സിനിമയിലെ വില്ലനിസങ്ങൾ അത് നമ്മൾ സിനിമയിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്, പക്ഷേ ഇപ്പോൾ ലൈഫിലും ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. ഇതിനിടയിൽ വന്നൊരു സന്ദേശം ശ്രീ പ്രകാശൻ വെലുക്കുട്ടി കമന്റാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ ഇന്ദിരാഭവനിലെ പീഡനമുറിയെക്കുറിച്ച് അന്വേഷണം വേണ്ടേ എന്നത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ചർച്ചയിൽ പോലും പറഞ്ഞിരുന്നൊരു കാര്യമാണ്. കാരണം ഈ കാര്യത്തിൽ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഒരു മെല്ലെ ഒരു സോഫ്റ്റ് കോർണർ അല്ലെങ്കിൽ ഒരു പതിയെ ഇങ്ങനെ ഒന്ന് ചവിട്ടി പിടിച്ചിട്ട് പ്രതിഷേധമൊക്കെ നടത്തുന്നു എന്നത് ഈ ഒരു കൊടുക്കൽ വാങ്ങലാണോ അതോ മുൻപെടുത്ത പല നിലപാടുകളും തിരിച്ചു കുത്തുകയാണോ എന്നുള്ളൊരു സംശയമൊക്കെ ഇങ്ങനെ മുന്നോട്ട് വരുന്നുണ്ട്. അത് വിവാദവുമായിട്ടുണ്ട്. ഈ വരും മണിക്കൂറുകളിലെ തുടർ വാർത്തകളിൽ നമുക്കത് ഉൾപ്പെടുത്താം.